ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി അച്ചാർ, അതായത് ഒരു സ്വീറ്റ് ആൻഡ് സോറാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ടും വെജിറ്റബിളും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ട്, ചെറുതായി അരിഞ്ഞത്. അതിടാൻ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. എള്ളെണ്ണയോ ചിലർ കടുകെണ്ണയിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണമെന്ന്, കുറച്ചൊന്ന് മൂക്കണം. അല്ലെങ്കിൽ പിന്നെ അത് കേടാവും അച്ചാർ. അതുകൊണ്ട് കുറച്ച് മൂക്കണ വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്കിനി വേപ്പില ഇടണം. ഇത് കഴുകി വെച്ചിട്ടുള്ളതാണ്. വേപ്പില കുറച്ച് കൂടുതലിടാം, നല്ല മണവും ഗുണമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിലേക്ക് വറ്റൽമുളക് വേണം. പിന്നെ രണ്ട് മാങ്ങ, അത് ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് 2 ക്യാരറ്റ് ഉണ്ട്, അതും ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്കൊരു ഈന്തപ്പഴം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു 25 എണ്ണം ഉണ്ട് ഈന്തപ്പഴം. പിന്നെ പൈനാപ്പിൾ ഉണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ 20. അതിൻ്റെ കച്ചറയൊക്കെ മുള്ളും എല്ലാം കളഞ്ഞു വരുമ്പോൾ മിഡിലേക്കൊക്കെ കളഞ്ഞു വരുന്ന കട്ടാക്കിയതാണത്. പിന്നെ കറുത്ത മുന്തിരിങ്ങയുണ്ട്, അതൊരു 100-150 ഗ്രാം ഉണ്ടാവും. പിന്നെ വെളുത്ത മുന്തിരിങ്ങ ഉണ്ടാവും, ഒരു 150 ഗ്രാം. പിന്നെ പച്ചമുളക് അതൊരു 10 എണ്ണം ഉണ്ട്, ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് കടുക് പരിപ്പാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ വേണ്ടി വരും. പിന്നെ കുറച്ച് വറ്റൽമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ എല്ലാം വേണം. ഇതൊരു വിധം മൂപ്പായി. അപ്പോൾ നമുക്കിനി വേറെ മറ്റേ മസാലകൾ ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇതിപ്പോൾ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒരു 3 സ്പൂൺ കടുക് പരിപ്പ് ഇടണം. അതിനുശേഷം പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത്. ഇതിൽ ഞാൻ ആദ്യം ഇട്ടത് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചോപ്പ് ചെയ്തതും, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഞാൻ പറഞ്ഞില്ല എന്നൊരു സംശയം. രണ്ടും സെയിം തന്നെയാണ്, 3 ടേബിൾ സ്പൂൺ വീതമുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 12 എണ്ണം ഉണ്ട്, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് വറ്റൽമുളക് ഇടണം. ഇതൊരു 8 എണ്ണം ഉണ്ട് വറ്റൽമുളക്. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, ഉലുവ ഇതെല്ലാം ഇടണം. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ ഗ്യാസൊന്ന് ചെറുതായി വെച്ചിട്ട് വേണം ഇടാനാക്കിയിട്ട്. ഫ്ലെയിമൊന്ന് ചെറുതാക്കേണ്ട വരും. ഫ്ലെയിം ചെറുതാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി മുളക് പൊടി ഇടാം. മുളക് ഒരു 3 സ്പൂൺ. ഇതെൻ്റെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഇടുക. ചെറാകുമ്പോൾ പിന്നെ കുറച്ച് എരിവൊക്കെ വേണ്ടേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കായം ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇടാം. കായത്തിൻ്റെ ഒരു മണമൊക്കെ വേണം അച്ചാറിൽ. ഇത്രയിട്ടൊന്ന് ഇളക്കിയിട്ട്
പിന്നെ നമുക്ക് ഓരോ പച്ചക്കറികൾ ഓരോന്നായിട്ടിടാം. പൈനാപ്പിൾ ഇടാം, പൈനാപ്പിൾ, ക്യാരറ്റ്, പിന്നെ മാങ്ങ. ഡ്രൈ ഫ്രൂട്ട് പിന്നെ ഇടാം, ലാസ്റ്റ് ഇടാം ഡ്രൈ ഫ്രൂട്ട്. ഇത്രയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട വരുന്നത്. തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. ചെറു ചൂടായാലും കുഴപ്പമില്ല, ഞാൻ ചെറു ചൂടോടെയാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് വേവണം അതിൽ കിടന്നിട്ട് ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റ് ആവണം. ഈ മാങ്ങയും ക്യാരറ്റും. അതിന് ശേഷം നമുക്ക് ബാക്കി ഡ്രൈ ഫ്രൂട്ടെല്ലാം ഇടാം. ഇതൊന്ന് തിളച്ചൊന്ന് സോഫ്റ്റായിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളും പിന്നെ മാങ്ങ കഷ്ണമൊക്കെ. അത് മാങ്ങ ഞാൻ തൊലിയോട് കൂടിയാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. ഞാൻ ഉപയോഗിച്ച മാങ്ങയുടെ തൊലിയൊന്നും കഴിക്കാത്തതിനാണ്. നിങ്ങൾ കഴിക്കണമെങ്കിൽ അത് തൊലി കളയാം. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ഇടുന്നുണ്ട്. ഈന്തപ്പഴം, പിന്നെ മുന്തിരിങ്ങ. 2 തരം ഉണ്ട്, ബ്ലാക്കും ഉണ്ട് യെല്ലോയും ഉണ്ട്. എല്ലാം കഴുകി വെച്ചതാണ്. ഇതൊക്കെ ഒന്ന് കുതിർന്ന് ഈ ചൂടോടെ തന്നെ കിടന്നൊന്ന് കുതിരണത്. പിന്നെ അപ്പം എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കട്ടിയാവും. ഒത്തിരി വെള്ളം പോലെ തോന്നാണ്ടില്ല, ഒത്തിരി വെള്ളം പോലെയാണ്. പക്ഷെ അത് കുറച്ച് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി തിക്നെസ് ആവും അച്ചാറിന്. പിന്നെ ഉപ്പിടണം ആവശ്യത്തിന്. അപ്പോൾ നോക്കിയിട്ട് പിന്നെ ഇടാം. ഞാനൊരു 3 ചെറിയ സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഞാൻ പാത്രം ഒന്ന് മാറ്റിയത്, മറ്റേ പാത്രത്തിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതുകൊണ്ട് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെനിഗർ ഒഴിക്കണം. വെനിഗർ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് പുളി എത്ര വേണമെന്ന് നോക്കിയിട്ട് അത് ഒഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഉപ്പും ചിലപ്പോൾ കുറച്ച് ഇടേണ്ട വരും, അത് നോക്കിയിട്ട് പിന്നെ ഇടുക. ഈ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം. കുറച്ചും കൂടി വേണ്ടി വരും. വേണ്ട, ഇതിൻ്റെ ഗ്രേവിയൊക്കെ കട്ടിയായി തുടങ്ങി. ഈ മുന്തിരിങ്ങയൊക്കെ കുതിരുമ്പോൾ പിന്നെ കുറച്ചും കൂടി കട്ടിയാവും. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നൊന്നും ഒരു പാകമുണ്ട് ഇതിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭരണിയിലാക്കി വെച്ചാൽ മതി ബോട്ടിലുള്ള. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അതായിട്ട് നമുക്ക് വെനിഗർ ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി വെനിഗർ ഒഴിക്കുക. വെനിഗർ പുളിക്കനുസരിച്ച് പല കമ്പനികളുടെയും പല എന്താ പറയുക പുളിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചാൽ മതി അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച്. അച്ചാർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരു വെറൈറ്റി അച്ചാറാണത്. അപ്പോൾ അതിൽ ഉപ്പും പുളിയും ഒക്കെ ഇതിൽ പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും.
പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇറങ്ങും ഇനി മധുരമൊക്കെ അത് വേണമെങ്കിൽ കുറച്ച് ശർക്കര ഇടാം കേട്ടോ. ഞാൻ ശർക്കരയൊന്നും ഇടുന്നില്ല. അപ്പം തന്നെ ഉണ്ട് ഇതിൽ കുറച്ച് മധുരം പുളിയൊക്കെ. എല്ലാവരും തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.